നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ്. നിതിൻ ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണിയെന്ന് വിശദീകരണം. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞിരുന്നുവെന്ന് കോളേജ് അധികൃതർ. ലോൺ ആപ്പിൽ മാതാപിതാക്കളാണ് നോമിനികളെന്ന് അച്ഛൻ രാജൻ. വാൽപ്പാറ അപകടത്തിൽ മരിച്ച അധ്യാപകരുടെ കുടുംബത്തിന് നിയമപ്രകാരമുള്ള എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ശിവൻകുട്ടി. മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. സ്കൂളിന്റെ പ്രവർത്തനം തുടരാൻ അധ്യാപകരെ നിയമിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പ്രതിപക്ഷം. പ്രസംഗം പെരുമാറ്റച്ചട്ടലംഘനമെന്ന് പരാതി. വനിതാ ബിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. ഹോർമുസിലെ ഇറാന്റെ കപ്പൽ ആക്രമണത്തിൽ കടുത്ത പ്രതിഷേധത്തിൽ ഇന്ത്യ. കപ്പലുകൾ ആക്രമിക്കുമെന്ന് ആവർത്തിച്ച് ഇറാൻ. US സമുദ്ര ഉപരോധം അവസാനിപ്പിക്കാതെ കപ്പലുകൾ കടത്തിവിടില്ലെന്ന് നിലപാട്. ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെ പിന്മാറി മറ്റ് ടാങ്കറുകൾ. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് കടന്നേക്കുമെന്ന് മുന്നറിയിപ്പ്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുവാനുള്ള തീവ്ര ശ്രമത്തിലെന്നും മന്ത്രി. തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിൽ പങ്കെടുത്ത സന്യാസി ശ്രേഷ്ഠരും തന്ത്രി മുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. ഹിന്ദു മഹാസംഗമത്തിന് ഇന്ന് സമാപനം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രണ്ടാം മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും.